നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുള്ള, അതുപോലെ തന്നെ നമുക്കുള്ള ഒരുപാട് ഇടങ്ങീറുകൾ മാറിക്കിട്ടാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു പരിഹാര മാർഗം ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം. ഉസ്താദേ, വീട് പണി തുടങ്ങി വെച്ചിട്ട് കുറേ കാലമായി, വർഷങ്ങളായി, പക്ഷേ ഒന്ന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ പലരുടെയും ഒരു പ്രശ്നമാണ്. തറ കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പടുത്തിട്ടുണ്ടാവും, അതൊന്ന് പൂർത്തീകരിച്ച് അതിലൊന്ന് താമസമാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ പഠനം തുടങ്ങി പക്ഷേ ഒരു പുരോഗതിയില്ലാതെ പാതി വെച്ച് നിർത്തേണ്ടി വന്ന ആളുകൾ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അതിലൊരു മെച്ചമില്ലാതെ പാതി വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്ന ആളുകൾ, കടം കയറിയ ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ചെയ്യണം എന്നാഗ്രഹിച്ച് തുടങ്ങിയ പല സംഗതികളും ചെയ്യാൻ കഴിയാതെ പാതി വെച്ച് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്ന പല സംഗതികളുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ എന്താണ് മാർഗം? വീട് പണി പൂർത്തിയായി കിട്ടാൻ, ബിസിനസ് ഒന്ന് മെച്ചമായി കിട്ടാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകാൻ, ഉദ്ദേശിച്ച ജോലി ലഭിക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലെ നല്ല നല്ല മുറാദുകൾ പൂർത്തിയാകാൻ എന്തെങ്കിലുമൊക്കെ പരിഹാര മാർഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്ന് ചോദിച്ചു പലരും മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, ചൊല്ലാനോ പറയാനോ ഒക്കെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ആഗ്രഹമുള്ള സംഗതികൾ അതെത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാനും, നമുക്ക് അതിന് വരുന്ന ഷെറുകൾ, അതിൽ വരുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടി അതിൽ വലിയ റാഹത്തും സന്തോഷവും ലഭിക്കാൻ എന്ത് ചെയ്യണം, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കുറഞ്ഞ ദിക്റുകൾ ഒന്ന് ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ അവൻ പൊരുത്തപ്പെടട്ടെ. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ പലരും പല വിഷമങ്ങളും പറഞ്ഞ് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും അവരുദ്ദേശിച്ച കാര്യങ്ങൾ റാഹത്തായി നടത്തി കൊടുക്കുകയും ചെയ്യട്ടെ. പല പ്രശ്നങ്ങളും പറഞ്ഞ് പലർക്കും പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് ഫലം കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ അള്ളാഹു ഫലം കണ്ട ആളുകൾക്ക് ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകുമാറാകട്ടെ. ഫലം കിട്ടാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു അതിന് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാട്സപ്പിൽ ബന്ധപ്പെടുക. പറ്റാത്ത ആളുകൾ, കോൾ ചെയ്യേണ്ട ആളുകൾ ഈ കോൾ ചെയ്യേണ്ട നമ്പറിൽ ഇൻഷാ അല്ലാഹ് വിളിക്കുകയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി പറ്റുന്നതുപോലെയുള്ള നമുക്ക് പറ്റുന്ന സഹായങ്ങൾ, പരിഹാരങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാവുന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, ഞാനിന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കൽബിലൊരു മുറാദ്, അത് നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പക്ഷേ നടക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങളുണ്ടാവും ഇല്ലേ? കൂട്ടത്തിൽപ്പെട്ടതാണ് വീട് പണി തുടങ്ങി വെച്ചു, പക്ഷേ അത് പൂർത്തിയായി കിട്ടുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞൊരു വിഷയമാണ്. അതേ, തറ കെട്ടിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് പൂർത്തിയാക്കാനുള്ള വഴി കിട്ടണില്ല എന്ന്. രണ്ടാമത് പറഞ്ഞൊരു വിഷയമാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നല്ലോണം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല. അതായത് നമ്മൾ ഈ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടറിന് പഠിച്ച ഒരാൾ, MBBS പഠിച്ച ഒരാൾക്ക് മീൻ കച്ചവടം നടത്താൻ പോയി കഴിഞ്ഞാൽ അയാളുടെ പഠിപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയാണ് ഇല്ലേ? അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പഠിച്ച ഒരാൾ മറ്റെന്തെങ്കിലും വാർക്കപ്പണിക്ക് പോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയി. അത് മോശമായതുകൊണ്ടല്ല, മറ്റു പണിക്ക് പോകണ്ട എന്നല്ല, പക്ഷേ അവരുദ്ദേശിച്ച് പഠിച്ചതിന് വേണ്ടിയിട്ടാണ്, അതിന് ആ മേഖലയിൽ നിൽക്കാൻ, ആ മേഖലയിൽ ജോലി ചെയ്യാനൊക്കെയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടാതെ വരുമ്പോൾ വളരെ പ്രയാസപ്പെടുകയും ആകെ ഡൗണായി പോവുകയും ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ തേടുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, പരിഹാരങ്ങൾ തേടിയ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, ഖൽബിലെ മുറാദുകൾ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് നടന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. വെറുതെ പറയല്ലോ, മഹാന്മാർ അത് ചെയ്യേണ്ട ഒരു ശൈലി പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാനും അതുപോലെ നമുക്ക് വരുന്ന തടസ്സങ്ങൾ, നമ്മുടെ ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെ തൊട്ട് വരുന്ന തടസ്സങ്ങളുണ്ടല്ലോ, അത് നീങ്ങിക്കിട്ടാനും വരുന്ന ഷെറുകളെ തട്ടി മാറ്റാനുമുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു പരിഹാര മാർഗം. അതിന് ചെയ്യേണ്ട എന്താണ്? സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കരിച്ച സ്ഥലത്ത്, അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ്, അപ്പോൾ ഇനി ചില ആളുകളുണ്ട് എന്ത് ചെയ്യാം, അവർക്ക് നിസ്കാരവും നോമ്പ് സക്കാത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കുറേ ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലാനായിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കണം. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടണമെങ്കിൽ ഫറായിലുകളൊക്കെ കൃത്യമായി ചെയ്യണം. നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ, അയാൾ ആ നിസ്കാര ശേഷം ചെയ്യുന്ന അമലുകൾക്കൊക്കെ വലിയ കൂലി ഉണ്ടാവും, അവിടെയാണ് ഫലം കിട്ടുക. അല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നിസ്കാരമൊക്കെ ക്ലിയർ ആക്കുക ഇൻഷാ അല്ലാഹു തൗഫീഖ്. അപ്പോൾ അതായത് നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ എന്തോ ഒരു ഫോൾട്ട് ഉണ്ടായതുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് തിരുത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ഫലവും അതിന് പരിഹാരവും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം
എന്താണ് ചെയ്യേണ്ടത്? കാര്യങ്ങൾ നേടിയെടുക്കാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 100 പ്രാവശ്യം ചൊല്ലണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊന്നും ചെയ്യാനുള്ളതല്ല. നമ്മളെന്തെങ്കിലും കാര്യം ഉദ്ദേശിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ നിയത്താക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യം 100 തവണ ചൊല്ലുക. അത് ചൊല്ലിയ ശേഷം ഈ പറയുന്ന ദിക്ർ കൂടെ എന്ത് ചെയ്യുക? ഈ പറയുന്ന ശേഷം പറയുന്ന ദിക്ർ കൂടെ 100 തവണ ചൊല്ലിയിട്ട് നമ്മളുടെ ആവശ്യം റബ്ബിനോട് പറയാം. അതാണ് വേണ്ടത്. അതാണ് ദിക്ർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം യാ ഖദീമു യാ ദായിമു യാ ഫർദു യാ വിത്റു യാ അഹദു യാ സ്വമദ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ കുറേ ഇസ്മുകളാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കുറേ ഇസ്മ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം നമുക്കറിയുന്ന ദിക്റാണ് ലാ ഹൗല. നമ്മളെപ്പോഴും ചൊല്ലുകയും പറയുകയൊക്കെ ചെയ്യുന്നവരാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലേണ്ട കുറച്ച് ഇസ്മുകളുണ്ട്. യാ ഖദീമു യാ ദായിമു യാ ഫർദു യാ വിത്റു യാ അഹദു യാ സ്വമദു യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത്രയും ദിക്റുകൾ, ഇത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളാണ്, അള്ളാഹുവിൻ്റെ പേരുകളാണ്. ഇത് എന്ന ദിക്റിനെ 100 പ്രാവശ്യം ചൊല്ലുക. ഈ ദിക്ർ അപ്പോൾ ബിസ്മി 100 പ്രാവശ്യം ചൊല്ലി അതിന് ശേഷം ലാ ഹൗല എന്ന് തുടങ്ങുന്ന ഈ ദിക്റും ചൊല്ലിയിട്ട് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് നിൻ്റെ ആവശ്യം എന്താണോ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നീ ചോദിക്കുക. തുഖ്ലാ ഹാജത്തുഹു, അവൻ്റെ ആവശ്യം നിറവേറപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. എന്താണോ ആൾ ചോദിച്ചത് ആ കാര്യം നിറവേറി കിട്ടുമെന്ന്. ഇത് ചെയ്യേണ്ട നല്ല നിയ്യത്തോടു കൂടി ചെയ്യുക, നല്ല ഇഖ്ലാസോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുക. അതിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും അതുപോലെ തന്നെ വരുന്ന ബുദ്ധിമുട്ടുകൾ, ബലാഉകൾ മാറിപ്പോവുകയും നമുക്ക് ആ കാര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം ചെയ്തു തരികയും ചെയ്യും. എന്താണോ അതിന് എളുപ്പം വേണ്ടത് ആ കാര്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും. ജോലിയുടെ ആവശ്യത്തിനാണെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ അല്ലാഹു തുറന്നു തരും. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാക്കാനാണെങ്കിൽ സാമ്പത്തികമായി അല്ലാഹു പുരോഗതി നൽകും. തുടങ്ങിയിട്ട് ഇങ്ങനെ പഠന വിഷയത്തിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധികൂർമ്മതയും അതുപോലെ തന്നെ പഠിക്കാനുള്ള ആ ഒരു നശാത്തൊക്കെ നൽകി അനുഗ്രഹിക്കും. ഇത്തരത്തിൽ ആ കാര്യം പൂർത്തീകരിച്ച് കിട്ടാനുള്ള പരിഹാര മാർഗ്ഗം എളുപ്പത്തിൽ തുറന്നു കിട്ടും. അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും ഇൻഷാ അല്ലാഹ്. ചെയ്ത് നോക്കിക്കൂടെ? എന്താ ചെയ്യേണ്ടത്? ബിസ്മില്ല സുബഹി നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ചെയ്യണം. സുബഹി നിസ്കരിച്ച ശേഷം അതേ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 100 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 100 തവണ ഈ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത തുടങ്ങുന്ന ദിക്ർ യാ ദൽ ജലാലി വൽ ഇക്റാം വരെ എന്ത് ചെയ്യുക? 100 തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് ആവശ്യം പറയാം. പക്ഷെ അത് എളുപ്പത്തിൽ ചെയ്തുകൂടെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവർ, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് നൽകുമാറാട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് വലിയ സങ്കടം പറഞ്ഞു, വിഷമം പറഞ്ഞു. അവർക്ക് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയാണ്. പക്ഷേ ഭർത്താവ് നോക്കാനില്ലാതെ അവരിട്ടിട്ട് പോയി, മക്കളും തിരിഞ്ഞു നോക്കുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്. എന്തെങ്കിലുമൊക്കെ പരിഹാരം, എനിക്ക് എൻ്റെ മക്കൾ എന്നിലേക്ക് തിരിച്ചു വരണം, എൻ്റെ ഭർത്താവ് എന്തായാലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അയാൾ പോയിട്ട് വർഷങ്ങളായി. പക്ഷേ ഈ മക്കളെ ഞാൻ വളർത്തി, എൻ്റെ കഷ്ടപ്പെട്ട് വളർത്തി, എനിക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരവരുടെ ഇഷ്ടത്തിന് നടക്കുകയാണ്, എന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് വേണ്ടതൊന്നും ചെയ്തു തരുന്നില്ല എന്ന് വളരെ സങ്കടം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത്താണിയാകുമാറാകട്ടെ. അല്ലേ? അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെ വലിയ ക്രൂരതയാണ് ആ ചെയ്യുന്നത്. എന്ത് ചെയ്യുക? അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. എൻ്റെ ആ മക്കൾ എൻ്റെ ഈ വീഡിയോ കേൾക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഉമ്മ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കേൾക്കുന്നൊരു ഉമ്മയാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിഹാരം ചോദിച്ചാൽ എന്താണ് അവർ തിരിച്ചു വരാൻ ചെയ്യേണ്ടത്? അവർ എന്നിലേക്ക് തിരിച്ചു വരാനും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും, എനിക്കിപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായം വേണം. ഇപ്പോൾ ഒരാളെ സഹായത്തിനവിടെ നിർത്താനുള്ള വകുപ്പൊന്നുമില്ല. ഒരാളെ ഇപ്പോൾ പൈസ കൊടുത്ത് നിർത്താൻ അതിന് കഴിയില്ല. അപ്പോൾ നോക്കാനുള്ള മക്കളും അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം പറഞ്ഞു തരണേ ഇൻഷാ അല്ലാഹ്. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. കൽബിൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.